ഹായ് എവരി വൺ. ഇനി നമ്മൾ നോക്കുന്നത് മയോഗ്ലോബിൻ എന്നുള്ള സ്ട്രക്ചറിനെ പറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ഹീം കണ്ടെയ്നിങ് പ്രോട്ടീൻസ് എന്നുള്ള സെക്ഷനാണ്. ഹീം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് പോർഫൈറിൻ റിങ്ങിൻ്റെ കൂടെ ഒരു അയൺ ആറ്റം ഇൻവോൾവ് ആയിട്ട് വരുന്ന കോംപ്ലക്സുകളെയാണ് നമ്മൾ ഹീം കോംപ്ലക്സസ് എന്ന് വിളിക്കുന്നത്. ഹീം എന്നുള്ള ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള ചില സ്ട്രക്ചറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് പറഞ്ഞത് ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ്റെ പ്രത്യേകത 4 ഹീം യൂണിറ്റ്സ് ചേർന്നിട്ടാണ് ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നതാണ് മയോഗ്ലോബിൻ. മയോഗ്ലോബിൻ എന്നുള്ളത് MB എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതിൻ്റെ പ്രത്യേകത അതൊരു ഹീമോ പ്രോട്ടീനാണ്. അതായത് ഹീം എന്നുള്ള ഗ്രൂപ്പ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. അതിൻ്റെ ജോലി അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ ഓക്സിജൻ ബൈൻഡിങ്. മയോഗ്ലോബിൻ ഇസ് എ മോണോമറിക് ഓക്സിജൻ ബൈൻഡിങ് ഹീമോപ്രോട്ടീൻ. മോണോമറിക് എന്ന് പറയാൻ കാരണം ഈ മയോഗ്ലോബിനിൽ ഒരു ഹീം യൂണിറ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ പോയിന്റ് ശ്രദ്ധിക്കുക. ഹീമോഗ്ലോബിനിൽ 4 ഹീം യൂണിറ്റ്സ് ചേർന്നിട്ടാണ് ഒരു ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നതെങ്കിൽ മയോഗ്ലോബിനിൽ ഒരു ഹീം യൂണിറ്റ് മാത്രമേ ഉള്ളൂ. And hence it is said to be monomeric in nature. And this myoglobin is mostly found in our heart and skeletal muscles. ആക്റ്റീവ്ലി വർക്കിംഗ് മസിൽസിലാണ് മയോഗ്ലോബിൻ ഉള്ളത്. ഓക്സിജൻ സ്റ്റോറേജ് ആണ് മയോഗ്ലോബിൻ്റെ ഫങ്ഷൻ. മയോഗ്ലോബിൻ ഫങ്ഷൻസ് ആസ് എ റിസർവോയർ ഫോർ ഓക്സിജൻ. റിസർവോയർ എന്ന് പറയുമ്പോൾ സ്റ്റോറേജ് ആണ് മയോഗ്ലോബിൻ്റെ ഫങ്ഷൻ. ഓക്സിജനെ സെല്ലുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മയോഗ്ലോബിൻ്റെ ഫങ്ഷൻ. മയോഗ്ലോബിൻ്റെ മോളിക്കുലാർ വെയിറ്റ് ശ്രദ്ധിച്ചേ. ഇറ്റ് ഈസ് അബൌട്ട് 17,000. ഹീമോഗ്ലോബിൻ്റെ അത് 64,000 ആയിരുന്നു. കാരണം ഹീമോഗ്ലോബിനിൽ 4 ഹീം യൂണിറ്റ് ഉണ്ട്. എന്നാൽ മയോഗ്ലോബിനിൽ ചെറിയ മോളിക്കുലാർ വെയിറ്റേ ഉള്ളൂ. കാരണം അതിലൊരു ഹീം യൂണിറ്റേ വരുന്നുള്ളൂ. ഈ സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇത് മയോഗ്ലോബിൻ, ഇത് ഹീമോഗ്ലോബിൻ. മയോഗ്ലോബിനിൽ ഒരു ഹീം യൂണിറ്റ് ആണ്. അത് ഇതേപോലുള്ള 4 സ്ട്രക്ചറുകൾ കൂടി ചേരുമ്പോഴാണ് ഒരു ഹീമോഗ്ലോബിൻ ആവുന്നത്. അപ്പം ഇത് മയോഗ്ലോബിൻ ഒരു ചെറിയ സ്ട്രക്ചറാണ്. എന്നാൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലിയ സ്ട്രക്ചർ വരും. അതൊരു ടെട്രാമറാണ് ഹീമോഗ്ലോബിൻ. ഇനി എന്താണ് ഹീമോഗ്ലോബിൻ്റെയും മയോഗ്ലോബിൻ്റെയും ഫങ്ഷൻ എന്നുള്ളതാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. ഞാൻ പറയാം ആദ്യമേ. നമ്മൾ റെസ്പിറേഷൻ്റെ സമയത്ത് നമ്മളുടെ മൂക്കിലൂടെ നമ്മൾ ഓക്സിജനാണ് ഇൻഹെയിൽ ചെയ്യുന്നത്. ഓക്സിജൻ ഇൻഹെയിൽ ചെയ്യുമ്പോൾ അത് നമ്മുടെ ലങ്സിൽ എത്തിച്ചേരും. ആ ഓക്സിജനെ നമ്മുടെ ലങ്സിനകത്തുള്ള ബ്ലഡ് അബ്സോർബ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പറയാം ലങ്സിൽ എത്തിച്ചേരുന്ന ഓക്സിജൻ ബ്ലഡിലേക്ക് കലരും. ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ഉണ്ട്. ഹീമോഗ്ലോബിൻ ആ ഓക്സിജനെ വാങ്ങും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കേ. In the lungs, hemoglobin combines with oxygen forming oxyhemoglobin. HbO2 ആണ് oxyhemoglobin. ഇപ്പം ലങ്സിൽ വെച്ച് ഹീമോഗ്ലോബിനും ഓക്സിജനൂടെ കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ആവും. ആ സാധനം, അതായത് ഹീമോഗ്ലോബിനും ഓക്സിജനൂടെ ചേർന്നുണ്ടാവുന്ന ഓക്സി ഹീമോഗ്ലോബിൻ നമ്മുടെ ആർട്ടറീസ് വഴി ആൻഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ദ ആർട്ടറീസ് ടു ദ സെൽ. ആർട്ടറീസിലൂടെ മൂവ് ചെയ്ത് അതാത് സെല്ലുകളിൽ എത്തിച്ചേരും ഓക്സിജൻ. അപ്പം ഓക്സിജൻ ആർട്ടറീസിലൂടെ ട്രാവൽ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് ഓരോ സെല്ലുകളിൽ എത്തിച്ചേരും. സെല്ലുകളിൽ എത്തിക്കഴിയുമ്പോൾ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? അതിൻ്റെ കൂടെ ഇരിക്കുന്ന ഓക്സിജനെ അവിടെ റിലീസ് ചെയ്യും. സെല്ലുകൾക്കാണ് ഓക്സിജനെ കൊണ്ട് ആവശ്യമുള്ളത്. അപ്പം ടിഷ്യൂസിൽ അല്ലെങ്കിൽ സെൽസിൽ എത്തിച്ചേരുമ്പോൾ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? അതിൻ്റെ കയ്യിലിരിക്കുന്ന ഓക്സിജനെ അവിടെ റിലീസ് ചെയ്യും. അന്നേരം എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കേ. സെൽസിൽ മയോഗ്ലോബിൻ ഉണ്ട്. മയോഗ്ലോബിൻ ഈ ഹീമോഗ്ലോബിൻ റിലീസ് ചെയ്യുന്ന ഓക്സിജനെ നമ്മുടെ മയോഗ്ലോബിൻ കൈപ്പറ്റും അല്ലെങ്കിൽ വാങ്ങിക്കും. എന്നിട്ട് അത് എന്തായിട്ട് മാറും? മയോഗ്ലോബിനിൽ അസോസിയേറ്റ് ചെയ്ത ഓക്സിജനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലായ്പ്പോഴും കൊണ്ടുവരുന്ന ഓക്സിജനെ നമ്മുടെ സെല്ല് അന്നേരം എടുത്ത് ഉപയോഗിക്കത്തില്ല. ഓക്സിജനെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സെല്ലിൽ ഹീമോഗ്ലോബിൻ കൊണ്ടുവരുന്ന ഓക്സിജനെ അവിടുത്തുള്ള മയോഗ്ലോബിൻ വാങ്ങിയിട്ട് മയോഗ്ലോബിനകത്തോട്ട് ചേർത്ത് വെച്ച് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണോ ഓക്സിജന്റെ ആവശ്യം വരുന്നത് അപ്പോൾ മയോഗ്ലോബിൻ ഓക്സിജനെ റിലീസ് ചെയ്ത് സെല്ലിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പം ഹീമോഗ്ലോബിൻ നമ്മുടെ സെല്ലിലേക്ക് ഓക്സിജനെ കൊടുത്തു.
അന്നേരം ഹീമോഗ്ലോബിൻ്റെ ഒരു 6th സൈറ്റ് വേക്കൻ്റ് ആവും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പം അയണിന് 6 കോർഡിനേഷൻ ആണ് പറ്റുന്നത്. അതിലെ 6ാമത്തെ കോർഡിനേഷൻ സൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒന്നുകിൽ ഓക്സിജൻ ബൈൻഡ് ചെയ്യും, ഓക്സിജൻ ഇല്ലെങ്കിൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡോ വാട്ടറോ ബൈൻഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പം സെല്ലിലേക്ക് വന്നിട്ട് ഹീമോഗ്ലോബിൻ ഓക്സിജനെ കൊടുക്കുമ്പം അവിടെ ഒരു സൈറ്റ് അവിടെ വേക്കൻ്റ് ആവും. ആ ഓക്സിജൻ അങ്ങ് പോയില്ലേ അതിൽ നിന്ന്. അപ്പോൾ എന്തു പറ്റും, സെല്ലിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വേസ്റ്റ് ആയിട്ട് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറിനെയോ ഹീമോഗ്ലോബിൻ അവിടെ വെച്ച് കൈപ്പറ്റും. എന്നിട്ട് തിരിച്ചത് വെയിൻസിലൂടെ തിരിച്ച് ഈ ബ്ലഡ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടുവരുന്ന ഹീമോഗ്ലോബിനെ ലങ്സിലെത്തിക്കും. അവിടെ വെച്ച് ലങ്സിൽ വെച്ചിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എക്സ്ഹെയിൽ ചെയ്ത് കളയുകയും ചെയ്യും. അങ്ങനെയാണ് ആ ഒരു പ്രോസസ് ഓഫ് റെസ്പിറേഷൻ നടക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന ഓക്സിജനെ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് സെല്ലിലേക്ക് കൊണ്ടുപോകും. അവിടെ അത് റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്നതിനെ മയോഗ്ലോബിൻ വാങ്ങി അവിടെ സ്റ്റോർ ചെയ്യും. അതിനുശേഷം സെല്ലിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയോ വാട്ടറിനെയോ ഹീമോഗ്ലോബിൻ തിരിച്ച് വെയിൻ വഴി നമ്മുടെ ലങ്സിലേക്ക് എത്തിക്കും. അവിടെ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്തിട്ട് അത് നമ്മൾ എക്സ്ഹെയിൽ ചെയ്ത് കളയുകയും ചെയ്യും. നമുക്ക് പറയാം ഹീമോഗ്ലോബിന് ഒരു ആംബിവാലന്റ് ഫംഗ്ഷനാണ്. അതായത് 2 തരത്തിൽ അതിന് പ്രവർത്തിക്കാൻ പറ്റും. അതായത് ഒരേ സമയം അതിന് ഓക്സിജനെ സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്യുകയും ചെയ്യാം. അതോടൊപ്പം എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ ആ ഓക്സിജനെ അത് അത്ര പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഹീമോഗ്ലോബിന് ആംബിവാലന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ചേർത്ത് വെക്കാനും ഹൈ ടെൻഡൻസിയാണ്, അതുപോലെ തന്നെ ഇജക്റ്റ് ചെയ്ത് കളയാനും അതിന് പെട്ടെന്ന് സാധിക്കും. ഓക്കെ.